ട്വിൻസ് വ്ലോഗ് ബൈ അബി ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഡൗട്ട് ആയിരിക്കും സീ ഫുഡ് എവിടെ കിട്ടും എന്നുള്ളത്. റെസ്റ്റോറൻറ്റ്സ്, ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്താൻ പോണ കട എനിക്ക് തോന്നുന്നു ഒരു 1-2 വർഷം മേലെ ഇത് ഓപ്പൺ ചെയ്തിട്ട്. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് പോകുന്ന ഒരു കടയാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ സീ ഫുഡും ഇവിടെ കിട്ടും. അഫോർഡബിൾ റേറ്റ് ആണ്. ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും. മീൻസ് ഐസ് ഇട്ട് വെച്ച മീനൊന്നും ഞങ്ങൾ പോയിട്ട് അങ്ങനെ 1-2 പ്രാവശ്യം കിട്ടിയിട്ടില്ല എന്ന് പറയല്ല. പക്ഷെ എന്നാലും മെജോറിറ്റി ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് കിട്ടാറ്. അഫോർഡബിൾ ആണ് പറഞ്ഞ പോലെ തന്നെ. നമുക്ക് കട പരിചയപ്പെടാം. ഇവിടെ കൊച്ചി തോമ്പടിയിലേക്ക് വന്നിട്ട് തോമ്പടിയിൽ നിന്ന് ടുവേർഡ്സ് പപ്പങ്ങോക്ക് പോകുമ്പോ ബീച്ച് റോഡ് കയറുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കട. അതായത് തോമ്പടിയിൽ നിന്ന് വരുമ്പോ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കട. കസിൻസ് എന്നാണ് കടയുടെ പേര്. അപ്പൊ ഞങ്ങൾ കടയെ കാണിച്ചു തരാം. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. നമ്മൾ കടയിലേക്ക് എത്തി. ഇതാണ് കട. പാർക്കിംഗ് ഒക്കെ ഇച്ചിരി കുറവാണ്. കസിൻസ് സീ ഫുഡ് റെസ്റ്റോറന്റ്, അതാണ് കടയുടെ പേര്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത്. ഒരുമാതിരി എല്ലാ സീ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. കാളാഞ്ചി ഉണ്ടായിരുന്നു, നെയ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രോൺസ്, ഇച്ചിരി വലിയ പ്രോൺസ് ഉണ്ടായിരുന്നു, പിന്നെ സാധാരണ ചെമ്മീൻ റോസ്റ്റ്, ചെറിയ ചെമ്മീൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു, കക്ക ഫ്രൈ ഉണ്ടായിരുന്നു, കരിമീൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം. ക്രാബ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കി ഒരുമാതിരി എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. കൂന്തലുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നെയാണ് ഇന്ന സാധനങ്ങളാണ് ഇന്നതാണെന്നൊക്കെ. നമ്മളതിൽ നിന്ന് തവ ഫ്രൈയും ചെമ്മീൻ റോസ്റ്റും മാത്രമാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീൽസിൽ ഇത്രയും 5 കൂട്ടം കറികളാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് കൂടാതെ സാമ്പാറും മോരും അവിടെ വെച്ചിട്ടുണ്ടാവും. സാമ്പാറും മോരും പിന്നെ മീൻചാറാണുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കാം. നമ്മൾ തവ ഫ്രൈ ആണ് പറഞ്ഞത്. പിന്നെ ഒരു ചെമ്മീൻ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ചെറുതല്ല, എന്നാലും ഒരു മീഡിയം സൈസ് ചെമ്മീനായിരുന്നു. അപ്പോൾ നമ്മുടെ മീൽസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 80 റുപ്പീസ് വെച്ചിട്ടാണ്. ചെമ്മീന് 250യും നെയ്മീന് 280യും. ഞങ്ങൾക്ക് 690 ടോട്ടലായത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പെട്രോൾ പമ്പിലേക്കാണ് പോയത്. ആക്ച്വലി നമ്മൾ പെട്രോൾ അടിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്രോൾ അടിച്ചിട്ട് ടാങ്കി അടച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ സൈഡ് ഗ്ലാസ്സിൽ കൂടെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ ടൈമിൽ തന്നെ നമ്മൾ അടച്ചായിരുന്നു. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് ചെന്നപ്പോഴാണ് കാണുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൊടിയില്ലേ, അത് ഒരടക്കാതെ കാറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞടാ? എന്ത് പറയാനാണ്, പെട്രോൾ അടിച്ചിട്ട് ആ ലിഡ് തുറന്ന് വണ്ടിയുടെ മുകളിൽ വെച്ചേക്കണം. ആരോടെന്ന് പറയാ പോയി കഴിഞ്ഞാൽ പൈസ നമ്മളേന്നു. ആ ചേട്ടനില്ല, ആ അടിച്ചേട്ടനില്ല. ഇവിടെ സൂപ്പർവൈസറിനോട് പറഞ്ഞ ആ ചേച്ചി സോറി പറഞ്ഞല്ല. അതിപ്പോ എന്ത് പറയാനാണ്? ആ ചേട്ടൻ ലഞ്ച് ബ്രേക്ക് ആണോ? ആ ചേട്ടൻ എവിടെ പോയി? നാളെ ഒരു വിളിക്കണേ. ഞാൻ പറഞ്ഞ എനിക്ക് ആ ചേട്ടനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് പറഞ്ഞേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പോകണം. ആ ലിഡ് മേടിക്കാൻ എന്തായാലും 10,000 രൂപ വില ഉണ്ടാവും. ഫുഡ് അടിപൊളിയായിരുന്നു ആസ് യൂഷ്വൽ. നമ്മ മിക്കപ്പോഴും കഴിക്കാറുള്ള ഇവിടെ തന്നെ. സീ ഫുഡ് വേണമെന്ന് തോന്നുമ്പോൾ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് കസിൻസിൽ തന്നെയാണ് പോയി കഴിക്കാറ്. അപ്പോൾ ഹൈലി റെക്കമെൻഡഡ് ആണ്. ഫോർട്ട് കൊച്ചിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ റെസ്റ്റോറൻ്റ് തന്നെയാണ്. പിന്നെ ഫുഡിന് ആരും പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഊണാണ്. 4 കൂട്ടം കൂട്ടുകറി ഉണ്ടാവും. പിന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് മീൻചാറുണ്ടാവും, സാമ്പാറുണ്ടാവും, മോരുണ്ടാവും, പപ്പടം ഉണ്ടാവും. പിന്നെ അവിടുത്തെ ഹൈലൈറ്റ് ചമ്മന്തി, തേങ്ങാ ചമ്മന്തി ഹൈലൈറ്റ് ആണ്. ചെമ്മീൻ ചമ്മന്തി. അത് അവർ 2 പ്രാവശ്യമൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. പിന്നെ സ്പെഷ്യലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മ യൂഷ്വലി മേടിക്കാറ് ചെമ്മീനാണ്. ഞങ്ങൾ യൂഷ്വലി എപ്പോഴും വരുമ്പോഴൊക്കെ മേടിക്കുന്ന ഒരു സാധനം ചെമ്മീനാണ്, ഇല്ലെങ്കിൽ കക്ക. പിന്നെ കൂന്തൽ, അമ്മയൊക്കെ ഉണ്ടെങ്കിൽ കൂന്തലൊക്കെ മേടിക്കും കേട്ടോ. നമ്മ ഇങ്ങനെ കുറച്ച് പേര് അധികം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ 2 പേര് ഇവര് ഫുഡ് അധികം കഴിക്കത്തില്ലല്ലോ. അപ്പൊ നമ്മ അധികം മേടിച്ച് വേസ്റ്റ് ക്വാണ്ടിറ്റി കൂടുതലാണ്. അത് പറയുമ്പോൾ ക്വാണ്ടിറ്റിനെ പറ്റി എന്തായാലും പറഞ്ഞു. ചെമ്മീൻ റോസ്റ്റ് എനിക്ക് തോന്നുന്നു 250 റുപ്പീസ് എങ്ങാണ്ടാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അതിന്റെ ക്വാണ്ടിറ്റി. വലിയ പ്ലേറ്റിൽ നിറച്ച് ചെമ്മീനാണ്. അത് സവാള ഒന്നുമല്ല, ചെമ്മീൻ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പൊ അത് കഴിച്ചു തീർക്കാൻ
രണ്ടുപേർക്ക് കഴിക്കാൻ ലാവിഷാണ്, അത് എത്ര ആവശ്യമില്ല ശരിക്കും. അപ്പൊ 3-4 പേരൊക്കെ വരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മ മേടിച്ചത് നെയ്മീൻ ഫ്രൈ ആ മേടിച്ചത്. അതെപ്പോഴും മേടിക്കാറൊന്നുമില്ല, പക്ഷെ നെയ്മീനൊക്കെ കൂട്ടുള്ളൂ, നെയ്മീൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നെയ്മീൻ എനിക്ക് ഇഷ്ടമാണ്. എപ്പോഴും അപ്പൊ മേടിക്കാൻ എപ്പോഴും മേടിക്കാറൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ വരുമ്പോ നെയ്മീൻ, തവ ഫ്രൈ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കും. നെയ്മീന്റെ റേറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള റെസ്റ്റോറന്റിലൊക്കെ നമ്മ മേടിച്ചിട്ടുള്ളത് 350 അല്ലെങ്കിൽ 450 പ്ലസ് ഒക്കെയാണ് നമ്മ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മേടിച്ചത് നെയ്മീന് 280 റുപ്പീസ് അങ്ങാണ്ടുള്ളൂ. സൈസാണ്. എന്നിരുന്നാലും അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു ഇന്നത്തെ നെയ്മീൻ. അപ്പൊ പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ മീൽസ് മാത്രമേ ഉള്ളൂ കസിൻസില്. ഉച്ചക്ക് വന്നാല് ചിക്കനാ ബിരിയാണി ഉണ്ടെന്ന്, ഫിഷ് ബിരിയാണി പറഞ്ഞാണ്. ഫിഷ് ബിരിയാണി പിന്നെ അവരുടെ ഏതോ സ്പെഷ്യൽ ഡേയ്സില് മട്ടൻ ബിരിയാണി, ഹൈദരാബാദി മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാവും. അത് അവർ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ ദിവസവും ഇല്ലട്ടോ, ഏതെങ്കിലും ഒരു ദിവസം മാത്രം. ഇന്ന് ഫിഷ് ബിരിയാണി ആയിരുന്നു. അതൊന്നും ഞങ്ങൾ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടാ. നമ്മ ഹൈലി റെക്കമെൻഡ് ചെയ്യണത് മീൽസ് തന്നെ, സീ ഫുഡ് മീൽസ് കഴിക്കാൻ. കൊച്ചിയിൽ ഇനി വേറെ റെസ്റ്റോറന്റ് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവരുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മേലെ ഇവര് അവിടെ വർക്ക് ചെയ്ത് വരുന്നത്. നമ്മ ഫസ്റ്റ് തൊട്ടിട്ട് നമ്മ അവിടെ തന്നെ കഴിക്കാറുണ്ട്. നമുക്കൊരു ഹോംലി ഫീൽ ഉണ്ടാവുള്ളൂ. കാര്യം ഒരു വീട് സെറ്റപ്പ് ആണത്. ഒരു വീടിന്റെ ഉള്ളിലാണ് അവർ ഇരിക്കണ സീറ്റിംഗ് സെറ്റപ്പ് ഒക്കെ 3 മുറികളിലായിട്ടൊക്കെയാണ്. ശരിക്കും വീടാണത്. ഒരു റൂം വാഷ് ഏരിയ, ഒരു റൂം കിച്ചൺ, പിന്നെ ബാക്കി ഇങ്ങനെ 2-3 റൂമുകളിൽ ബെഞ്ച് ഇട്ടിട്ട് നൈസ്. ഫുഡ് ഹോംലി ഫുഡ് തന്നെയാണ്. മട്ടിക്കൊന്നുമില്ല. ചോറും നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും. കറിയാണെങ്കിലും അധികം എരിവൊന്നുമില്ല. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാറായിട്ട് വന്നവര് അവിടെ എനിക്ക് തോന്നുന്നു ഒരു 4-5 കാറൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. റോഡ് സൈഡിലൊക്കെ ഇടാം, വലിയ റോഡാണ്. എന്നിരുന്നാലും പാർക്കിംഗ് ഫെസിലിറ്റി കുറവാണ്. അത് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. വലിയ റോഡാണ്, വണ്ടി ഇടാൻ ഇഷ്ടമായ സ്ഥലം ഉണ്ടാവും അവിടെ. അപ്പൊ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നിട്ട് സീ ഫുഡൊക്കെ അന്വേഷിച്ചിടക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ കസിൻസിലേക്ക് വന്നു. തോമ്പടിയിൽ നിന്ന് നമ്മുടെ പപ്പമുക്ക് ബീച്ച് റോഡിലേക്ക് പോകുന്ന ഡയറക്ഷനിൽ ലെഫ്റ്റ് സൈഡിലുണ്ടാവും കട. അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ. നമ്മുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.